ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിലുള്ളൊരു കടലക്കറി ആക്കിയാലോ. തേങ്ങ ചിരവോ വറുക്കുകയോ അരയ്ക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ ടേസ്റ്റി ആയിട്ട് ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള ഒരു കടലക്കറിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1.25 ഗ്ലാസ് കടല ഞാൻ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഒരു സവാള, 1 to 1.5 സവാള എടുക്കാം കേട്ടോ, ഒരു വലിയ തക്കാളി, പിന്നെ താളിപ്പിനുള്ള കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഇവിടെ വീട്ടിലാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതാക്കുന്നതിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. പൊടികളിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, അതുപോലെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കുതിർത്ത് വെച്ച കടല നമുക്ക് കുക്കറിൽ മാറ്റിയിട്ട് നമുക്കൊരു 6 to 7 വിസിലിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കടലയിൽ നമ്മൾ ആവശ്യമുള്ള വെള്ളം ചേർക്കുക. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അത്ര വെള്ളം ആവശ്യമുള്ള ഇതിൽ. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്, വേറെ ഒന്നും ഇടണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. കടല വേവുമ്പോഴേക്കും നമുക്ക് സവാളയും അതുപോലെ തക്കാളിയും എല്ലാം അരിഞ്ഞു വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പ് ഓണാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു കട്ടിയുള്ള പാത്രം വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒരു 2 to 2.5 ടീസ്പൂൺ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ താളിപ്പിടുക, കടുക്, വറ്റൽമുളക്, കറിവേപ്പില. ഇതിൽ മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്യാം. സവാള നന്നായിട്ട് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് വരും. അപ്പം കുറച്ച് നേരം ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ ഈ സവാളേനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇതിലേക്ക് ഇടുന്നത്. അതൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ച മണമൊക്കെ പോകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച എല്ലാ പൊടികളും ആഡ് ചെയ്യണം. നേരത്തെ ഞാൻ അതിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ തീ കുറച്ച് ലോയിൽ വെക്കണം. എന്നിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. മസാല നന്നായി ചൂടായി നല്ല മണം വരണം. മസാല മൂത്ത് കഴിഞ്ഞാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമ്മൾ ഈ മുറിച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പം നമ്മൾ ചപ്പാത്തിക്കും പുട്ടിനും എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഈ തക്കാളി നിങ്ങൾ പ്യൂരി ആക്കിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇനിയും ടേസ്റ്റ് ഉണ്ടാവും. പുട്ടിനൊക്കെ എടുക്കുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ മുറിച്ചിട്ട് തന്നെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കടല ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തവി വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുമ്പോൾ ഉടച്ചു കൊടുക്കുക. കടല ഇതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പം ആ കറിക്കൊരു പ്രത്യേക സ്വാദാണ്, നല്ലൊരു കൺസിസ്റ്റൻസിയും കിട്ടും. ലാസ്റ്റിൽ നമ്മളിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് നമ്മൾ മുന്നേ ചേർത്തിട്ടില്ല. അപ്പം ഉപ്പ് ചേർത്ത് കുറച്ച് കറിവേപ്പില ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡിയായി. ഇത് ഞാനൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ശരിക്കും ചിക്കൻ കറീൻ്റെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്